ഗുഡ്നസ് ടി വിയുടെ പ്രിയ പ്രേക്ഷകർക്ക് മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. വ്യത്യസ്തമായ താലന്തുകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്യുന്ന നിരവധി വ്യക്തികളെ നാം ഈ പ്രോഗ്രാമിലൂടെ കണ്ടു കഴിഞ്ഞു. ഇന്ന് ഞങ്ങൾ പരിചയപ്പെടുത്തുന്നത് അനുഗ്രഹീത ഗായികയായ കട്ടപ്പന സ്വദേശി സോണിയയെയും കുടുംബത്തെയുമാണ്. സോണിയയുടെ സംഗീത യാത്രകളെ നമുക്കടുത്തറിയാം. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഗുഡ്നസ് ടി വിയുടെ മനസ്സ് നിറഞ്ഞെന്ന പ്രോഗ്രാമിലേക്ക് സോണിയയ്ക്കും കുടുംബത്തിനും സ്വാഗതം. സ്വാഗതം. സോണിയയെ നമ്മുടെ പ്രേക്ഷകർക്കൊന്ന് സ്വയം പരിചയപ്പെടുത്താമോ? എൻ്റെ പേര് സോണിയ. ഹസ്ബൻഡിൻ്റെ പേര് വർഗീസ്. മൂത്ത മോൻ്റെ പേര് ഔസേപ്പച്ചൻ. ഔസേപ്പച്ചൻ്റെ വൈഫ് അഞ്ജു. ഇളയ മോൻ ജോൺസ്. മൂത്ത മോനിപ്പോൾ കാനഡയിൽ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു. 3-ാം വർഷം പഠിച്ചുകൊണ്ടിരിക്കുക, ഡിഗ്രിക്ക്. സോണിയയുടെ ബാല്യകാലം ഒന്ന് ഓർത്ത് പറയാമോ? ഞാൻ ജനിച്ചു വളർന്നത് ബഥേൽ എന്ന് പറയുന്ന സ്ഥലമാണ്. ബഥേൽ. അവിടെ ചാച്ചൻ, അമ്മ, ഒരാങ്ങളെയും 2 ചേച്ചിമാരുമാണ് ഞങ്ങൾ. ഞാനാണ് ഏറ്റവും ഇളയാൾ. പള്ളിയിൽ എന്ത് പ്രോഗ്രാം, ഇപ്പോൾ സെമിനാർ ആകട്ടെ, ധ്യാനമാകട്ടെ, എന്ത് വന്നാലും അമ്മ പറയും പള്ളിയിൽ പോകണമെന്ന് പറയും. അപ്പം ഞങ്ങൾക്ക് അതിനകത്തൊരു എക്സ്ക്യൂസ് ഇല്ല ഒരു കാര്യത്തിനും. അത് കൂടുതലും എന്നോടാണത് പറഞ്ഞുകൊണ്ടിരുന്നത്. ചേച്ചിമാരെ നിർബന്ധിച്ചാലും അവർ പോകും. എന്നാലും കൂടുതലും പ്രസ് ചെയ്ത് എന്നോട് പറയും, നീ നിർബന്ധമായിട്ടും പോകണം, ഇത് സെമിനാർ കൂടണം. അപ്പോൾ മടി പറയാൻ പറ്റുന്നൊരവസ്ഥയല്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് അങ്ങനെ മടിയില്ലായിരുന്നു. പള്ളിയിൽ എന്ത് കാര്യം വന്നാലും ഞാൻ കൂടുമായിരുന്നു, സഹകരിക്കുമായിരുന്നു, പാടുമായിരുന്നു. അവിടെ ഒരു ഗായക സംഘമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അന്നേരം എൻ്റെ ചേച്ചിമാരൊക്കെ അവിടെ പാടുന്നുണ്ട്. അപ്പോൾ മാത്തുക്കുട്ടി സാറെന്നും പറഞ്ഞുകൊണ്ട് ഒരു സാർ അവിടെ പാട്ട് പഠിപ്പിക്കുക. സാറ് തന്നെ ഹാർമോണിയം വായിക്കും. ഞാനും സാറിൻ്റെ മോളും ഒരുമിച്ചാണ് ഉണ്ടായതൊക്കെ. അപ്പം മോൾക്ക് ശാലിനി എന്ന് പേരിട്ടു, എനിക്ക് സോണിയ എന്ന് പേരിട്ടു. അപ്പം ഞങ്ങളെ അങ്ങനെ തന്നെ കുഞ്ഞിലേ തൊട്ട് സാറിന് ഇഷ്ടമായിരുന്നു. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പം പാട്ട് പാടുമെന്നൊക്കെ ഏകദേശം തോന്നിയപ്പോൾ സാറ് പറഞ്ഞു വിളക്കട കൂട്ടണം എന്ന് പറഞ്ഞ് അങ്ങനെ ശരിക്കും പറഞ്ഞാൽ 4 വയസ്സ് തൊട്ടേ ഞാൻ എൻ്റെ ഇടവപ്പള്ളി പാടുന്നുണ്ട്. ചാച്ചൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഇങ്ങനെയുള്ള കാര്യത്തിനൊക്കെ ഭയങ്കര താല്പര്യമാണ്. എന്നെ ഒന്നാമത് ഭയങ്കര ഇഷ്ടം. അതിൻ്റെ കൂടെ ഇങ്ങനെ ആയി കഴിയുമ്പോഴത്തേക്കും പിന്നെ എല്ലായിടത്തും ചാച്ചനാണ് കൊണ്ട് നടക്കുന്നത്. കോളേജൊക്കെ എവിടെയായിരുന്നു? സ്കൂളിൽ പഠിച്ചതെല്ലാം ബഥേൽ. 7-ാം ക്ലാസ് വരെ ഞാൻ ബഥേലിൽ പഠിച്ചു. ബഥേൽ കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ ഒരു സിസ്റ്റർ പാട്ട് പഠിപ്പിക്കുകയൊക്കെ ഹാർമോണിയൊക്കെ വായിക്കുന്ന സിസ്റ്റർ പറഞ്ഞു, ഇവിടെ നല്ല കഴിവുള്ള കൊച്ചല്ലേ, പിന്നെ 7-ാം ക്ലാസ്സിന് ശേഷം നമുക്ക് നല്ല സ്കൂളിൽ പഠിപ്പിക്കാം എന്നും പറഞ്ഞ സിസ്റ്ററാണ്. സിസ്റ്ററിൻ്റെ താല്പര്യപ്രകാരം വാഴക്കുളത്ത് ഗേൾസ് ഹൈ സ്കൂളുണ്ട്, അവിടെ കൊണ്ട് എന്നെ ചേർത്ത് ബോഡി സ്കൂളിൽ ചേർത്തു. അപ്പോൾ സിസ്റ്ററിൻ്റെ ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ, ഇവിടെ നന്നായിട്ട്. അപ്പോൾ അന്നേരം ഞാൻ പട്ടത്തിനൊക്കെ സിസ്റ്ററിനോട് പാടാൻ പോകും. അപ്പോൾ അങ്ങനെ പാടുന്നതുകൊണ്ട് തന്നെ സിസ്റ്റർ പറയും, ഈ കഴിവുകളൊക്കെ നശിച്ചു പോകാതിരിക്കട്ടെ, ഡാൻസ് കളിക്കും, പാട്ട് പാടും, കഥാപ്രസംഗം പറയും, കവിതാപാരായണം എല്ലാം ഞാൻ ചെയ്യുന്ന. അപ്പോൾ ഇതൊന്നും പോകാതിരിക്കണമെങ്കിൽ ബോർഡിംഗ് സ്കൂളിൽ കൊണ്ട് സിസ്റ്റേഴ്സിൻ്റെ സ്കൂളിലാക്കണം എന്ന് പറഞ്ഞ് നല്ല സ്കൂളിൽ അങ്ങനെ സിസ്റ്റർ എന്നെ കൊണ്ട് ആദ്യം ചേർക്കുന്നത്. അപ്പോൾ അവിടെയും ഞാൻ ഇങ്ങനെ ഡാൻസ് കളിക്കും, പാട്ട് പാടും. 10-ാം ക്ലാസ് വരെ ഇതെല്ലാം ചെയ്തു. അതിനുശേഷം പിന്നെ കോളേജ് വന്നപ്പം മുരിക്കാശ്ശേരി പാവനാത്മാ കോളേജിലേക്ക് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായിട്ട് അങ്ങനെ ചേർന്നു. അവിടെ ചേർന്നപ്പോൾ ഞാൻ കലാതിലകമായിരുന്നു. അന്നേരം ഡാൻസ് കളിക്കും, ഇതെല്ലാം സംഭവം അവിടെയും ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷം ഇങ്ങനെ ഗാനമേള ഫീൽഡിലേക്ക് വന്നു. ഗാനമേളയ്ക്ക് സ്ഥിരം പോക്കായി. അങ്ങനെ ഇരുന്നപ്പോൾ കല്യാണം കഴിച്ചതിന് ശേഷവും ഹസ്ബൻഡിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അപ്പോൾ ഹസ്ബൻഡും പറഞ്ഞ് ഇത്രയേ ഉള്ളൂ, ഇവിടെ നന്നായിട്ട് പാടുന്നുണ്ടല്ലോ, ആ പാട്ടെന്തിനാ കളയുന്നേ, പറ്റുന്നത്രയും കാലം പാടിക്കോട്ടെ. ഹസ്ബൻഡിൻ്റെ അനുവാദം കൂടെ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ യാതൊരു പ്രശ്നങ്ങളും ഇല്ല. പിന്നെ അങ്ങനെ പാടി ഇങ്ങനെ ഗാനമേള ഫീൽഡിലായിരുന്നു കുറേ നാൾ. നീ ചെയ്തോരോ
നന്മയ്ക്കും ഇന്നു നന്ദി ചൊല്ലുന്നു ഞാൻ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. അർഹിക്കാത്ത നന്മകളും എനിക്കേകിടും ദയാനിധേ. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. യാചിക്കാത്ത നന്മകൾ പോലുമീ എനിക്കേകിയോനെ സ്തുതി. ആത്മീയ ജീവിതത്തിൽ ഗാന ശുശ്രൂഷയിലേക്ക് കടന്നു വന്നത് എങ്ങനെയായിരുന്നു? ഗാനമേളയ്ക്ക് പോകുന്ന സമയത്തും ഞാൻ ആത്മീയത വിട്ടിട്ടില്ല. കാരണം വെച്ചാൽ വീട്ടിലെ അങ്ങനെയാണല്ലോ. അപ്പോൾ ഗാനമേളയ്ക്ക് തകർത്തടിച്ച് പാടും, ആരാധന ഉണ്ടാകുന്നിടത്തും കുർബാനയുണ്ടെങ്കിൽ കുർബാനയ്ക്കും പോകും, അതിൻ്റെ ഇടയ്ക്ക് വേറെന്ത് കേസ് കല്യാണ കുർബാനയുണ്ട് അങ്ങോട്ട് പോകും. ഇതെല്ലാം ഞാൻ തന്നെ ഇങ്ങനെ ചെയ്ത് വന്നു. അങ്ങനെ ആത്മീയത വിടാതെ ഗാനമേളയിൽ ഇങ്ങനെ പോയി നടന്നു കഴിഞ്ഞപ്പോഴാണ് ഒരു ദിവസം അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചനെ കാണുന്നത്. അപ്പോൾ ഈ കുമളിയിൽ ധ്യാനകേന്ദ്രമുണ്ട്, ബെനഡിക്റ്റൻ ധ്യാനകേന്ദ്രത്തിൽ ഒരു ദിവസം പാട്ടുകാരനില്ലാതെ വന്നു ധ്യാനത്തിന്. അപ്പോൾ ധ്യാനത്തിന് പാട്ടുകാരനില്ലാതെ വന്നു കഴിഞ്ഞപ്പം അവിടെ ഒത്തിരി പേരെ ഇങ്ങനെ പല സ്ഥലങ്ങളിലും പാട്ടുകാരെ അന്വേഷിച്ചിട്ട് ആരെയും കിട്ടിയില്ല. ധ്യാനം നടക്കണമല്ലോ. അപ്പോൾ അവിടുത്തെ ഒരച്ഛൻ പറഞ്ഞു, നമ്മളിങ്ങനെ കലയന്താനി പള്ളിയിൽ ചെന്നപ്പോൾ ഒരു പെങ്കൊച്ച് അവിടെ ഇങ്ങനെ കീബോർഡൊക്കെ വായിച്ച് പാട്ട് പാടുന്ന കണ്ടില്ലേ, ആ കൊച്ചിനെ പറ്റി ഒന്ന് അന്വേഷിച്ചാലോ, നമുക്ക് തൽക്കാലം ഒരാളെ കിട്ടിയാൽ പോരെ. അപ്പോൾ ഞാൻ അറിയുന്നൊരു ബ്രദർ അവിടെ ഉണ്ടാകും, ഉണ്ണി ബ്രദർ പറഞ്ഞു അത് സോണി ചേച്ചി എനിക്കറിയാവുന്ന, ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വിളിച്ചു നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഉണ്ണി ബ്രദർ എന്നെ വിളിച്ചു, സോണി ചേച്ചി ഇങ്ങനെ ഒരു ധ്യാനം മുടങ്ങിക്കിടക്കുക, ഒന്ന് സഹായിക്കാം. ഞാൻ പറയും ബ്രദറെ പാടിയിട്ട് ധ്യാനത്തിനൊന്നും ഞാൻ നിന്നിട്ടില്ല, ഈ ചുമ്മായി കുറച്ച് പാട്ട് ഭക്തിഗാനം പാടുന്നത്, എനിക്ക് ധ്യാനകാര്യങ്ങളൊന്നും അറിയാം. അപ്പം പറഞ്ഞു സാരമില്ല ഞങ്ങൾ സഹായിക്കാൻ വരണമെന്ന് പറഞ്ഞു. ഞാൻ ചെന്നു. അന്ന് ആ ധ്യാന ശുശ്രൂഷയ്ക്കകത്ത് ഇങ്ങനെ ഒരു രാത്രി ആരാധന പോലെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് നമ്മൾ അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചൻ അവിടെ പ്രസംഗത്തിന് വരുന്നത്. അച്ഛൻ എൻ്റെ വിളിച്ചു, മോളാണോ പാടുന്നത്? അപ്പം ഞാൻ പറഞ്ഞത് അതെ. ഞാൻ പേടിച്ചാൽ ഞാൻ നിൽക്കുന്നത്, കാരണം അച്ഛൻ ആരാന്ന് എനിക്കറിയാം. അഗസ്റ്റിൻ മുണ്ടക്കാട്ടച്ചൻ ഞാൻ പണ്ട് തൊട്ടേ കേട്ട്, ബോട്ടയിലെ അച്ഛൻ അതെല്ലാ കാര്യം അറിയാം. ഞാൻ പറഞ്ഞു അച്ഛൻ ഞാനാ പാടുന്നത്. അപ്പോൾ എന്നോട് പറഞ്ഞു എന്നാൽ ഒരു പാട്ടൊന്ന് പാടിക്കുക. അപ്പോൾ ഞാനെന്നിട്ട് ഇങ്ങനെ ലൈവായിട്ടൊരു പാട്ട്, ആരാധനയുടെ നിമിഷങ്ങളും ഒരു പാട്ടൊക്കെ ചുമ്മാ അവിടെ പാടി. കുറച്ച് കഴിയുമ്പോൾ അച്ഛൻ എന്തോ ഒരു താല്പര്യം പോലും അച്ഛൻ വന്നിട്ട് പറഞ്ഞു, എന്നാൽ ഞാൻ ഈ ടോക്കിൻ്റെ സമയത്ത് ബൈബിൾ ഒന്ന് എടുക്കാൻ കൂടാവോ? അപ്പം ഞാൻ പറഞ്ഞു അച്ഛാ എനിക്ക് വലിയ പിടുത്തമില്ല, എന്നാലും ഞാൻ പരമാവധി ശ്രമിക്കാമെന്ന് അങ്ങനെ പറഞ്ഞുള്ളൂ. അപ്പോൾ അച്ഛൻ വന്ന് അവിടെ ഇരുന്നോളാൻ പറഞ്ഞു. അപ്പോൾ ഞാൻ സൈഡിൽ അവിടെ ഇരുത്തി. അപ്പോൾ അച്ഛൻ ഇങ്ങനെ ഓരോ പുസ്തകങ്ങൾ പറഞ്ഞു, ഞാൻ ചാടി എടുക്കും, ഓരോ മിനിറ്റിനുള്ളിൽ ഞാൻ എടുക്കും. ആരാധനയും കാര്യങ്ങളും ടോക്കെല്ലാം സൂപ്പറായിട്ട് നടന്നു കഴിഞ്ഞപ്പോൾ പോകാൻ നേരത്ത് അച്ഛൻ എന്നോട് പറഞ്ഞു അതേ നമ്പർ ഒന്ന് വേണമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ നമ്പർ ഞാൻ കൊടുത്തു. കുറേ നാൾ ഇങ്ങനെ കടന്നു പോയി കഴിയുമ്പോൾ ഒരു ദിവസം അച്ഛൻ എന്നെ ഫോണിൽ വിളിച്ചിട്ട് പറഞ്ഞു, അതേ സോണിയ, നമുക്ക് രാജകുമാരിപ്പള്ളി ഹൈറേഞ്ചിലെ മരിയൻ തീർത്ഥാടകൻ്റെ ഏറ്റവും ടോപ്പാണ് രാജകുമാരിപ്പള്ളി, അവിടെ എനിക്കൊരു 6 ദിവസം കൺവെൻഷനുണ്ട്, എന്നെ സഹായിക്കാവോ ധ്യാനത്തിനെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു വരാം. വന്നിട്ട് നാളെ അച്ഛനൊരു തീരുമാനം എന്നോട് പറയണം, ഞാൻ ഇനി ഗാനമേളയ്ക്ക് പോകണോ അതോ ധ്യാനം തുടരണോ ഒന്ന് പറയണമെന്ന് പറഞ്ഞു. വരാൻ പറഞ്ഞു. അതുകൊണ്ട് ഞങ്ങൾ പിറ്റേ ദിവസം ഞാനും ഹസ്ബൻഡിനും കൂടെ ചെന്ന് ചെയ്തപ്പോൾ ധ്യാനത്തിന് തുടങ്ങുന്നതിന് എപ്പോഴും ഞങ്ങൾ 1 മണിക്കൂർ പ്രാർത്ഥനയുണ്ട്. അപ്പോൾ ഞാനും അച്ഛനും കൂടെ ഇരുന്ന് പ്രാർത്ഥിച്ച് കഴിഞ്ഞപ്പോൾ അച്ഛൻ കുറച്ച് നേരം എൻ്റെ തലയെ കൈവച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും. ഞാൻ അറിയാതിരുന്ന് കരയുക. കരഞ്ഞെന്ന് അച്ഛൻ എന്നോട് പറഞ്ഞു. ഞാൻ ആ കരഞ്ഞ കാര്യം ഞാൻ ഓർക്കുന്നേ ഇല്ല. അച്ഛൻ എന്നോട് പറയുന്നു സോണിയ ഭയങ്കര കരച്ചിലായിരുന്നു. കരച്ചിലും പിടിച്ചിലും എല്ലാം കഴിഞ്ഞ് ഞങ്ങൾ കൊന്തയും ചൊല്ലി എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഞാൻ അച്ഛനോട് പറഞ്ഞു, അച്ഛാ ഞാൻ എന്നാ ചെയ്യേണ്ടത്, ഞാൻ ധ്യാനത്തിനാണോ പാടേണ്ടത് അതോ ഞാൻ ഗാനമേളയ്ക്കാണോ ചോദിച്ചു. അച്ഛനോട് പറഞ്ഞു സോണിയ ഇനി ഗാനമേളയ്ക്ക് പാടില്ല കേട്ടോ എന്ന് പറഞ്ഞു. സോണിയായി അതിനല്ല ദൈവം വെച്ചേക്കുന്നത്, ഈ ശബ്ദം ഇതാർക്കുള്ളതെന്നറിയാവോ? ഞാൻ പറഞ്ഞു ഇപ്പം ഞാൻ വിങ്ങി ഇതൊക്കെ കേട്ടോണ്ടിരിക്കുന്നത്, ഇത് ദൈവത്തിനുള്ള, ഇത് ദൈവത്തിനല്ലാതെ വേറെ ആർക്കും ഇനി ഉപയോഗിച്ചേക്കല്ലെന്ന് പറഞ്ഞു. അന്ന് ആ ശുശ്രൂഷകൾ ഞങ്ങൾ 6 ദിവസം നടത്തി. 6 ദിവസം ഓരോ ദിവസവും ഇത് ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അറിയാതെ പാടുന്നു, അച്ഛനറിയാതെ വചനം പറയുന്നു, എല്ലാം. 6-ാം ദിവസം ഹസ്ബൻഡിനോട് അച്ഛൻ പറയാണ്, സോണിയ ഇനി ഗാനമേളയ്ക്ക് വിടല്ല കേട്ടോ, ഇനി ഗാനമേളയ്ക്ക് വിടില്ല, അവളെ ഇതിനല്ല ദൈവം വെച്ചേക്കെന്ന് പറയും. എൻ്റെ പേര് ഫാദർ ഷിൻഡോ വെട്ടിക്കൽ VC. കട്ടപ്പന കൃപാലയ ധ്യാനകേന്ദ്രത്തിൻ്റെ ഡയറക്ടറച്ചനായിട്ട് ഞാൻ സേവനം ചെയ്യുന്നു. എൻ്റെ അറിവിൽ ഏകദേശം
15 വർഷത്തോളം അടുത്ത് ഈ ആലയത്തിൽ വിവിധ സമയങ്ങളിലായി ശുശ്രൂഷ ചെയ്തിട്ടുണ്ട് പ്രിയപ്പെട്ട സോണിയ ചേച്ചി. ഒത്തിരിയേറെ ഒരുക്കത്തോടും ആത്മാർത്ഥതയോടും കൂടി തന്നെ ഏൽപ്പിച്ചിരിക്കുന്ന ആ ഗാന ശുശ്രൂഷ വളരെയധികം അഭിഷേകത്തോടു കൂടി ഓരോ ദിനവും ചെയ്യുന്നുണ്ട്. കൃപാലയ ധ്യാന കേന്ദ്രത്തിലെ താമസിച്ചുകൊണ്ടുള്ള ധ്യാനങ്ങളിലും അതോടൊപ്പം തന്നെ വെള്ളിയാഴ്ചത്തെ ഏകദിന ശുശ്രൂഷകളിലും അതോടൊപ്പം കൺവെൻഷൻ്റെ ക്രമങ്ങളിലുമെല്ലാം ഒത്തിരിയേറെ ദൈവാനുഗ്രഹത്തോടു കൂടി ഗാന ശുശ്രൂഷയിൽ സഹായിക്കുന്നുണ്ട്. തൻ്റെ വിശ്വാസം തനിക്ക് ഏൽപ്പിക്കപ്പെട്ട ശുശ്രൂഷയിലൂടെ എക്കാലവും പ്രവൃത്തിപഥത്തിൽ പൂർത്തീകരിച്ചിട്ടുണ്ട് പ്രിയപ്പെട്ട സോണിയ ചേച്ചി. ഒത്തിരിയേറെ ദൈവജനം ഗാന ശുശ്രൂഷയിലൂടെ ഈ സഹോദരിയുടെ നന്മകൾ സ്വീകരിച്ച് വലിയ അനുഗ്രഹങ്ങൾ സ്വീകരിച്ചത് എനിക്ക് വ്യക്തിപരമായിട്ടറിയാം. ഞാൻ ഫാദർ ജോസഫ് ഓണാട്ട് VC, കൃപാലയം ധ്യാന കേന്ദ്രത്തിൻ്റെ അസിസ്റ്റൻ്റ് ഡയറക്ടറാണ്. കഴിഞ്ഞ 9 മാസക്കാലമായിട്ട് ഞാനിവിടെയുണ്ട്. ഈ നാളുകളിലൊക്കെ വളരെയേറെ ഞങ്ങളെ സ്വാധീനിക്കുന്ന ഒരു ഗാനമാണ് സോണിയ ചേച്ചിയുടെ ഗാനങ്ങൾ. സംഗീതം ദൈവം തന്ന ഒരു വലിയ ദാനമാണ്. ചേച്ചി അത് വളരെ ഭംഗിയായിട്ട് തന്നെ ദൈവത്തിന് വേണ്ടിയിട്ട് തിരികെ നൽകുന്നുമുണ്ട്. അനേകായിരങ്ങൾക്ക് യേശുവിൻ്റെ ആ സ്നേഹവും അവൻ്റെ ആ മാധുര്യവും പകർന്നു കൊടുക്കുവാൻ ഇനിയും ചേച്ചിയുടെ സ്വരത്തിന് ശക്തി ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ശുശ്രൂഷകൾ തുടർന്ന് പോയപ്പോൾ പാട്ടുകൾ എഴുതാനും അത് കമ്പോസ് ചെയ്യാനും ഒക്കെ ഉണ്ടായ സാഹചര്യം എങ്ങനെയായിരുന്നു? ആ സാഹചര്യം എന്ന് പറഞ്ഞാൽ സത്യത്തിൽ എനിക്ക് പാട്ടെഴുതാൻ അറിയത്തില്ല. അപ്പോൾ ഒരു ദിവസം ഇങ്ങനെ ഷിൻഡോച്ചൻ ഇങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ റൂമിൻ്റെ വാതിൽക്കൂടെ ഞാനിങ്ങനെ കടന്നു പോയപ്പോൾ ഒരു സച്ചിൻ എൻ്റെ കൂടെ അത് പറഞ്ഞു, സോണിയ നമ്മുടെ കൃപാലയത്തിൻ്റെ അമ്മയുടെ ഒരു പാട്ട് എഴുതണം കേട്ടോ എന്ന് പറഞ്ഞു. പപ്പയോട് പറഞ്ഞു, അപ്പം ഷിൻഡോച്ചൻ ഒരു രക്ഷയില്ല കേട്ടോ, എന്നെ കൊണ്ട് അറിയത്തില്ലാത്ത കാര്യം ചെയ്യും, ഞാൻ ധ്യാനത്തിൻ്റെ പരിപാടിയൊക്കെ നിർത്താൻ അറിയത്തില്ലാത്ത നമ്മൾ എങ്ങനെ ചെയ്യും. ഉടനെ പപ്പ പറഞ്ഞു, സോണിയ നീ ഒന്ന് ശ്രമിച്ചു നോക്ക്, അച്ഛനെന്തുകൊണ്ടാണ് പറഞ്ഞത് അറിയത്തില്ലല്ലോ, ഒന്ന് നോക്കെന്ന് പറഞ്ഞു. അന്നേരം ഞാൻ പപ്പായോട് പിന്നെ ദേഷ്യ, ഞാൻ പറഞ്ഞു നടക്കുക അല്ലാത്ത കാര്യം. എന്തോ പപ്പ ഇതും പറഞ്ഞിട്ട് ഞങ്ങൾക്ക് വേറെ സ്ഥലമുണ്ട് അങ്ങോട്ട് പോയി. ഞാൻ പപ്പ പോയ സമയത്തിന് പെട്ടെന്ന് എനിക്ക് തോന്നി എന്നാൽ ചുമ്മാ നോക്കാം. ഞാനിങ്ങനെ കീബോർഡൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരിക്കുക, ഇങ്ങനെ ഓർഗണൊക്കെ എടുത്ത് വെച്ച് ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞപ്പം പെട്ടെന്ന് ഞാനിങ്ങനെ ഓർക്കും ഈ മാതാവിൻ്റെ മുഖമാണ് പെട്ടെന്ന് മനസ്സിൽ വരുന്നത്. കൃപാലയത്തിൻ്റെ മാതാവിൻ്റെ മുഖം വന്നപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ
കൃപയുടെ അമ്മേ, കൃപാലയത്തിൻ്റെ അമ്മേ എന്നിങ്ങനെ ഒരു ചിന്ത എൻ്റെ മുകളിലോട്ട് വന്നു. ഞാൻ പേപ്പർ എടുത്ത് പെട്ടെന്ന് അതങ്ങ് എഴുതി വെച്ചു. അങ്ങനെ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ അടുത്ത ലൈന് പുഞ്ചിരി തൂകുന്ന മാതാവേ. അതെന്നാ പറയാൻ കാരണം എന്ന് വെച്ചാൽ ഞാൻ ആദ്യകാലത്ത് ഇവിടെ വരുമ്പോൾ ഈ മാതാവിനെ നോക്കുമ്പോൾ എന്നെ നോക്കി ചിരിക്കുന്ന പോലെ ഒരു തോന്നൽ എനിക്ക് പണ്ടേ തോന്നിയിട്ടുള്ള. അപ്പം ഞാൻ പെട്ടെന്ന് ഇങ്ങനെ എഴുതി പുഞ്ചിരി തൂകുന്ന മാതാവേ, പുഞ്ചിരി തൂകും മാതാവേ എന്ന് എഴുതി. ആ ലൈൻ എഴുതി കഴിഞ്ഞപ്പോൾ പിന്നെ പെട്ടെന്ന് ഒരു നിമിഷം ഞാനിങ്ങനെ ഓർത്തു, അല്ലെങ്കിൽ ധ്യാനകേന്ദ്രത്തിൽ ഈ മാതാവൊക്കെ നിൽക്കുന്നതിൻ്റെ അർത്ഥം എന്നാ? ചോദിപ്പവർക്കൊക്കെ സാന്ത്വനമേകുന്ന അല്ലേ? അപ്പം മാധ്യസ്ഥമാണുള്ള പരിശുദ്ധമ്മയുടെ റോള് തന്നെ. അപ്പം ഞാൻ പെട്ടെന്ന് ഓർത്തു, ചോദിപ്പവർക്കെല്ലാം മാധ്യസ്ഥ ശക്തിയാൽ സാന്ത്വനമേകണമേ, സാന്ത്വനമേകണേ എൻ്റെ അമ്മേ. പെട്ടെന്ന് ഇങ്ങനെ ഞാനിങ്ങനെ ഓർക്കും, എൻ്റെ അമ്മയെന്നിങ്ങനെ. അപ്പോൾ നമ്മുടെ ആ ഉള്ളിൻ്റെ ഒരു ഫീലിങ്സ് ഇത്രയും ഞാൻ എഴുതി. ഇത്രയും എഴുതി കഴിയുമ്പോൾ എനിക്ക് ഏതാണ്ടൊക്കെ എഴുതാൻ തോന്നും. അപ്പോൾ ഒരു 4 ലൈൻ ആയില്ലേ. അപ്പോൾ അടുത്ത സെക്ഷൻ പിന്നെയും ഇങ്ങനെ എനിക്ക് എന്തോ ഇങ്ങനെ കിട്ടി ഞാനെല്ലാം എഴുതി കൂട്ടി ഇങ്ങനെ വെച്ചു. ഞാൻ പപ്പ പറഞ്ഞു, സോണിയ ഇതിന് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ല കേട്ടോ, ഞാനാണ് ധ്യാനകേന്ദ്രത്തിൽ കൊണ്ട് അച്ഛനെ ഒന്ന് കേൾപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ ഈ പാട്ട് എഴുതി വെച്ചിട്ട് പപ്പായോട് ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം ഈ കാര്യം മിണ്ടിയിട്ടില്ല. പിന്നീട് അച്ഛൻ ഇതുപോലെ തന്നെ എന്നോട് വീണ്ടും ചോദിച്ചു, പാട്ടെഴുതിയോ? അപ്പം ഞാൻ പറയാം, അച്ഛാ ഞാനൊരു പാട്ട് എഴുതി വെച്ചിട്ടുണ്ട്, എനിക്ക് നാണക്കേടായുള്ള കാര്യം പറയും, നാണക്കേട് അച്ഛന് മുമ്പിൽ കേൾപ്പിക്കാൻ നാണക്കേടാന്ന് പറയും. അപ്പോൾ ഊട്ടുപുരിയിലിരുന്ന ഞങ്ങൾ പറയുന്നത്. ഊട്ടുപുരി ഞാൻ ഉണ്ണാനിരിക്കുന്ന ഒരു സ്ഥലമുണ്ട്, അവിടെ പോയിരുന്നു. അപ്പം ജോബിനച്ഛൻ അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ജോബിനച്ഛൻ എന്നെ സപ്പോർട്ട് ചെയ്യും, ചേച്ചി ഒന്ന് പാടിക്കേ, ഞാൻ നോക്കട്ടെ. കൃപയുടെ അമ്മേ, കൃപാലയത്തിനമ്മേ, പുഞ്ചിരി തൂകും മാതാവേ. കൃപയുടെ അമ്മേ, കൃപാലയത്തിനമ്മേ, പുഞ്ചിരി തൂകും മാതാവേ. ചോദിപ്പോർക്കെല്ലാം മാധ്യസ്ഥ ശക്തിയാൽ സാന്ത്വനമേകണേ എൻ്റെ അമ്മേ. ചോദിപ്പോർക്കെല്ലാം മാധ്യസ്ഥ ശക്തിയാൽ സാന്ത്വനമേകണേ എൻ്റെ അമ്മേ. സാന്ത്വനമേകണേ എൻ്റെ അമ്മേ. പരിശുദ്ധ അമ്മേ മാതാവേ, കാത്തിടണേ ആലയത്തേ. കാനായിലെ പൂക്കുറവുകളെല്ലാം നിറവുകളാക്കി തീർക്കണമേ. പരിശുദ്ധ അമ്മേ മാതാവേ, കാത്തിടണേ ആലയത്തേ. കാനായിലെ പൂക്കുറവുകളെല്ലാം നിറവുകളാക്കി തീർക്കണമേ. സോണിയ, ഇവരെയൊക്കെ ഒന്ന് പരിചയപ്പെടുത്താമോ? ഇത് എൻ്റെ ഹസ്ബൻഡ്, പേര് വർഗീസ്, റിട്ടയർഡ് ടീച്ചറാണ്. ഞാനും പപ്പയും കൂടെ കൂടിയാണ് മിക്കവാറും ശുശ്രൂഷകൾക്കെല്ലാം ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴെല്ലാം ഒരുമിച്ചാണ് ഞങ്ങൾ പോവുക. ഇത് എൻ്റെ മൂത്ത മോൻ്റെ വൈഫ്, പേര് അഞ്ജു, സോഫ്റ്റ്വെയർ എഞ്ചിനീയറാണ്. പിന്നെ ഇളയ മോന് ജോൺസ്, ഡിഗ്രി 3rd ഇയർ പഠിച്ചുകൊണ്ടിരിക്കുന്നു. സോണിയ, ദൈവത്തിൻ്റെ വിളിക്ക് ഉത്തരം കൊടുത്തപ്പോൾ സോണിയയുടെ ജീവിതത്തിൽ മക്കളെയും കുടുംബത്തെയും ദൈവം എത്രമാത്രം അനുഗ്രഹിച്ചു എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവത്തിന് നന്ദി പറയുന്നു. ഒപ്പം നിങ്ങളുടെ ഈ വിലയേറിയ സമയം ഞങ്ങളോടൊപ്പം ചിലവഴിച്ചതിന് സോണിയയ്ക്കും കുടുംബത്തിനും നന്ദി പറയുന്നു. നാം ഈ സമയം ഇത്രയും സോണിയയെ ശ്രവിക്കുകയായിരുന്നു. അനുഗ്രഹീതമായ ഒരു സംഗീതയാത്രയുടെ വിശേഷമായാണ് നമ്മൾ ഈ സമയം കടന്നുപോയത്. ഇതെല്ലാവർക്കും ഒരു പ്രചോദനമാകട്ടെ. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കണ്ടുമുട്ടും വരെ നന്ദി, നമസ്കാരം.